ഹായ് കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് സെപ്റ്റംബർ 26. അപ്പോൾ എൻ്റെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ നമ്മൾ ടെലവീവിൽ വാരിയേഴ്സ് നടത്തുന്ന ഒരു ടൂർണമെൻറ്റിൽ പങ്കെടുക്കാൻ പുറപ്പെടുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞു കുഞ്ഞു സർപ്രൈസുകളും കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അത് വഴിയെ കാണാം. ഓക്കെ ഗായ്സ്. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ബസ് സ്റ്റോപ്പിൽ അറാദ് സെൻട്രൽ സ്റ്റേഷനിലേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ്. ഒരു രക്ഷയില്ല, ഒടുക്കത്തെ ചൂടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വീണ്ടും നമ്മുടെ അറാദ് സെൻട്രൽ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. അപ്പം ഞാൻ നിങ്ങളെ സ്ഥിരം കാണിക്കുന്ന വഴിയല്ല, ഇപ്പുറത്തെ വഴി കൂടെയാണ് ഞാൻ വന്നത്. ഇനി നമുക്ക് ബസ് കാർഡൊക്കെ ചാർജ് ചെയ്യണം. ചാർജ് ചെയ്തിട്ട് നമ്മൾ വർഷവയ്ക്കുള്ള യാത്രയാണ്. ഇതാണ് നമ്മുടെ മെയിൻ എൻട്രി. അന്ന് പറഞ്ഞ പോലെ നമുക്ക് സെക്യൂരിറ്റി റീസൺ കാരണം ബാക്കി നമുക്ക് കാണിക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ അകത്ത് കയറി. ഇനി നമുക്ക് ബസ് കാർഡൊക്കെ ഒന്ന് ചാർജ് ചെയ്യണം. അപ്പോൾ ഇനി പിന്നെ കാണാം. അങ്ങനെ നമ്മൾ കിരിയാത് ഗാത്ത് ഇറങ്ങിയിട്ട് നമ്മുടെ അക്കോമഡേഷനിലേക്ക് പോവുകയാണ്. ഇന്നിവിടെ ഒരു ചെറിയ പ്രാക്ടീസ് മാച്ചൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ ആദ്യത്തെ സർപ്രൈസ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ ടീമുകളൊക്കെ ഉണ്ട്. എല്ലാവരും കാണിച്ചു തരാം. എനിക്ക് ബെർഷയിലെ കാഴ്ചകളൊന്നും പകർത്താൻ പറ്റിയില്ല. വേറെ ഒന്നുമല്ല, ബസ് ഒരുപാട് ലേറ്റായിരുന്നു വരാനായിട്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ കിരിയാത് ഗാത്തിൽ എത്തിയിട്ട് കിരിയാത് ഗാത്തിൽ നമ്മുടെ ഫ്ലാറ്റിലോട്ട് പോകുന്ന കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. നമ്മുടെ കൂട്ടുകാരാണ്, നേരത്തെ പറഞ്ഞ പോലെ. നമ്മൾ അപ്പാർട്ട്മെൻറ്റിലെത്തിയ ശേഷം വസ്ത്രമൊക്കെ മാറി നമ്മൾ പ്രാക്ടീസ് മാച്ചിനായിട്ട് കിരിയാത് ഗാത്തിലെ ഗ്രൗണ്ടിലോട്ട് പോവുകയാണ്. ഇന്നത്തെ പ്രാക്ടീസ് മാച്ചിൽ പൊളിക്കൂല്ലേ? ജനിമൻ 6 സെഞ്ചുറി അടിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ 6 ബോളിൽ 6 സിക്സും അടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് 6 ബോളിൽ 6 സിക്സ് അടിക്കത്തില്ലേ? 6 ബോളിൽ 6 സിക്സ് അടിക്കാൻ 8 ഓവറിലായിരിക്കും. അപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് നമ്മുടെ ഗ്രൗണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ബാക്കി നമ്മുടെ ടീമുകളെല്ലാം സജ്ജമായിരിക്കുകയാണ്. അപ്പോൾ ഇനി ബാക്കി അങ്കത്തട്ടിലേക്ക്.
അങ്ങനെ തോറ്റില്ലേ? അങ്ങനെ വളരെ അന്തസ്സായി ഞങ്ങൾ തോറ്റിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ സൂപ്പർ ഓവറിൽ ജെനിമോന്റെ ടീം തോറ്റിരിക്കുകയാണ്. ജെനിമോന്റെ അങ്ങനെ ഇന്നത്തെ പ്രാക്ടീസ് മാച്ച് കലാശക്കൊട്ടൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി റൂമിൽ പോയി അടുത്ത പരിപാടി. അതിനുശേഷം നാളെ ഗ്രൗണ്ടിൽ കാണാം ടെലവീവ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സർപ്രൈസുകളുടെയും ആഘോഷങ്ങളുടെയും ടൈമായി. വേറൊന്നുമല്ല, നമ്മുടെ ടീം ക്യാപ്റ്റൻ്റെ ഗ്രൂം ടു ബി ആണ് നടക്കുന്നത്. ഇനി നമുക്ക് ബാക്കി അടിച്ചു പൊളിക്കാം. അവന് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു പരിപാടി.
സർപ്രൈസും സമ്മാനദാനവും കഴിഞ്ഞു. ഇനി നമുക്ക് നാളെ ഗ്രൗണ്ടിൽ മത്സരത്തിന് കാണാം. അങ്ങനെ സർപ്രൈസും സമ്മാനദാനവും ഒക്കെ കഴിഞ്ഞ് നമ്മൾ അടുത്ത ദിവസം ടൂർണമെൻറ്റിന് പോകാനായിട്ട് എല്ലാവരും റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഗ്രൗണ്ടിൽ ചെന്നിട്ട് ബാക്കി കാഴ്ചകൾ. അങ്ങനെ ഞങ്ങൾ ലൂണ പാർക്കിൽ ഇന്നത്തെ വാരിയേഴ്സ് നടത്തുന്ന ടൂർണമെൻറ്റിന് എത്തിയിരിക്കുകയാണ്. അങ്ങനെ സൺക്രീമൊക്കെ തേച്ച് ഞങ്ങൾ തട്ടകത്തിലേക്ക് ഇറങ്ങി പോയാണ്. അവിടെ ബാക്കിയെല്ലാം ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഇനി ബാക്കി കാഴ്ചകളിലേക്ക് കാണാം. അങ്ങനെ ഒരു ദിവസം നീണ്ടു നിന്ന ടൂർണമെൻറ്റിൻ്റെ പോരാട്ടത്തിൻ്റെ ഒടുവിൽ ഫൈനലിൽ ഞങ്ങളുടെ ടീമും പവർ ഹിറ്റേഴ്സും മത്സരിച്ചു. ഞങ്ങളുടെ ടീം റണ്ണേഴ്സപ്പ് ആയിരിക്കുകയാണ്, പവർ ഹിറ്റേഴ്സ് വിന്നേഴ്സ് ആയിരിക്കുകയാണ്. അപ്പോൾ നല്ല ഒരു ടൂർണമെൻറ്റ് നമുക്ക് കാഴ്ചവെക്കാൻ സാധിച്ചു. ഇനി അടുത്ത ടൂർണമെൻറ്റിൽ കാണാം. അപ്പോൾ ഇന്നത്തെ ഈ വ്ളോഗ് ഈ ഒരു സന്തോഷത്തോടെ അവസാനിക്കുകയാണ്. See you guys.